ജിന്നുകളുടെ സംഗമ കേന്ദ്രം എന്ന് വിളിക്കുന്ന കൂറ്റൻ ഗുഹയുണ്ട് ഒമാനിൽ. ഈ ഗുഹയെ വെല്ലുവിളിക്കാൻ ജർമ്മനി, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള 2 സാഹസികർ രംഗത്ത് വന്നു. ഗ്രാമീണർ പോലും ഏറെ താല്പര്യത്തോടെയാണ് ഈ 2 സാഹസികരെ വരവേറ്റതും. ഇത് മജ്ലിസ് അൽ ജിന്ന, ജിന്നുകളുടെ സംഗമ കേന്ദ്രം എന്നാണ് ഒമാനിലെ തെക്കൻ ഷർഖിയ ഗവർണറേറ്റിലെ ഈ കൂറ്റൻ ഗുഹയുടെ പേര് അർത്ഥമാക്കുന്നത്. ജിന്നിനെ പേടിച്ചാണോ എന്നറിയില്ല, ഗുഹയുടെ അകത്തേക്ക് സൂര്യപ്രകാശം പോലും മടിച്ചാണ് കടന്നുവരിക. ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിദത്ത മേൽക്കൂരയുള്ള ഗുഹ. ഈജിപ്തിലെ പിരമിഡ് ഒളിച്ചുവെക്കാൻ മാത്രം വലിപ്പമുണ്ട് ഇതിന്. അൽജഹർ പർവ്വതനിരകളിലെ മജ്ലിസ് അൽ ജിന്ന ഗുഹയിലേക്ക് 2 സാഹസികർ കടന്നുവന്നു. പർവ്വതാരോഹകരായ ജർമ്മൻ സ്വദേശി സ്റ്റെഫാൻ ഗ്ലോവാക്സും അമേരിക്കക്കാരൻ ക്രിസ് ശർമ്മയും ഗുഹയിലെ ഏറ്റവും താഴ്ന്ന തറയിൽ നിന്ന് കീഴ്ക്കാം തൂക്കായ ചുമരിലൂടെ അള്ളിക്കയറി കമാനം പോലുള്ള ഗുഹാമുഖത്തിലൂടെ പുറത്തേക്ക് വന്ന് റെക്കോർഡിടുകയാണ് ലക്ഷ്യം. 250 മീറ്റർ ഉയരമുള്ള ഗുഹ കീഴടക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമായിരുന്നില്ല. 2 ആഴ്ച കൊണ്ട് 13 വട്ടം ശ്രമം നടത്തേണ്ടി വന്നു. സുരക്ഷയ്ക്കായി കിട്ടിയ കയറല്ലാതെ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെയായിരുന്നു ഗുഹക്കയറ്റം. വിജയം കൈപ്പാടകലെ എന്ന് തോന്നിക്കുന്ന നിമിഷത്തിൽ പോലും ഇവർ കൈവഴുതി താഴേക്ക് പതിച്ചു. 1ഉം 2ഉം തവണയല്ല, പലവട്ടം. തങ്ങൾക്ക് ഈ ദൗത്യം പൂർത്തിയാക്കാതെ തിരിച്ചു പോകേണ്ടി വരുമോ എന്ന് പോലും ഇവർ ചിന്തിച്ചിരുന്നു. That was one of the really nerve-wracking and stressful sides of it for me. Was just like, we have 2 weeks. Are we going to be able to do this huge climb in 2 weeks and all the work that needs to be done? And it's really overwhelming. So I wasn't sure that we were going to be able to do it. പർവ്വതാരോഹണത്തിലെ ഉന്നത ബഹുമതിയായ റോക്ക് മാസ്റ്റർ പുരസ്കാരം ഉൾപ്പെടെ നേടിയ സ്റ്റെഫാൻ ഗ്ലോവാക്സും ക്രിസ് ശർമ്മയും ആദ്യമായിട്ടാണ് സംയുക്തമായി ഗുഹ കീഴടക്കാൻ ഒരുങ്ങുന്നത്. പലതവണ പരാജയപ്പെട്ടും ക്ഷീണിക്കുമ്പോൾ കയറിയെത്തിയ ഭാഗത്ത് പ്ലാറ്റ്ഫോം കെട്ടി വിശ്രമിച്ചും പരിശ്രമം തുടർന്നു. 12ാം ദിവസം അവരുടെ ദൗത്യം വിജയം കണ്ടു. ചുമരിലൂടെ അള്ളിപ്പിടിച്ചു കയറി കമാനം പിന്നിട്ട് 2 പേരും ഗുഹാമുഖം വഴി പുറത്തുവന്നു. ഇവരുടെ സാഹസിക പ്രകടനം ആകാംക്ഷയോടെ വീക്ഷിച്ചിരുന്ന ഒമാനി ഗ്രാമീണർ ഇവരെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി. നിരവധി ആരോഹകർ പാതിവഴിയിൽ അവസാനിപ്പിച്ച ദൗത്യമാണ് ഇവർ പൂർത്തീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ മേൽക്കൂര താണ്ടിയെന്ന റെക്കോർഡ് ഇനി ഇവർക്ക് അവകാശപ്പെട്ടതാണ്. Maybe proud is not the right word to describe the feeling. I think this project is so outstanding, and we are happy that also the route is an outstanding route. It's not just a route out of the cave. It's one of the best routes we've ever climbed, multi-pitch routes we ever climbed, and this makes us happy. ഒടുവിൽ ജിന്നുകളുടെ സംഗമ കേന്ദ്രം മനുഷ്യർ കീഴടക്കുമ്പോൾ രക്തം ചിന്താതിരുന്നില്ല. ദൗത്യത്തിനിടെയുണ്ടായ വീഴ്ചകളിൽ സേഫ്റ്റി റോപ്പിൽ കൈ ഉരസിയുണ്ടായ പരിക്കുകൾ നോക്കൂ. പക്ഷേ വേദനകളെല്ലാം മറക്കുന്ന വിജയത്തിന്റെ ലഹരിയിലാണ് ഇപ്പോൾ ഈ സാഹസികർ. സാഹസികരെയും ഗവേഷകരെയും ഇപ്പോഴും മാടി വിളിക്കുകയാണ് വന്യത മുറ്റിയ ഈ ഗുഹ. ധൈര്യമുണ്ടോ കടന്നുവരാൻ ജിന്നുകളുടെ സംഗമവേദിയിലേക്ക്?